സിനിമാ താരങ്ങൾ പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ പരിപാടികളിൽ ഇങ്ങനെ ആളുകൾ ഇടിച്ചു വന്ന് അപകടമുണ്ടായ അനുഭവങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. എന്താണ് സാഹചര്യം? വിശദമായി പരിശോധിക്കാം. MG മിഥുനുണ്ട്. മിഥുൻ, ഇപ്പോഴത്തെ ഒരു ചിത്രം എന്താണ്? അല്പസമയം മുമ്പാണ് ഉദയനിധി സ്റ്റാലിന് അവിടെ ശക്തമായ നടപടിയെടുക്കുമെന്ന് വ്യക്തമാക്കിയത്. തമിഴ്നാട് സർക്കാരിൻ്റെ നീക്കം എന്താണ്? ഇപ്പോഴത്തെ ഈ ദുരന്ത ചിത്രം 39 മരണം എന്നതാണ് ഔദ്യോഗിക കണക്ക്. മരണസംഖ്യ ഏറാൻ സാധ്യതയുണ്ടോ? സജിത്ത്, ഇപ്പോൾ നിലവിൽ കളക്ടർ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് നിലവിൽ 32 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച ശേഷം അവർക്ക് ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ 39 പേർ മരിച്ചവരിൽ 38 പേരെയും തിരിച്ചറിയാനായിട്ടുണ്ട്. പക്ഷേ ഒരാളെ മാത്രമാണ് ഇനി തിരിച്ചറിയാനായിട്ടുള്ളത്. മറ്റൊന്ന് 51ഓളം പേർ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുന്നുണ്ട്. അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്തത്. മറ്റുള്ളവരൊക്കെ അപകടനില തരണം ചെയ്തതായിട്ടുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി ഡോക്ടർമാരുടെയും ഒപ്പം തന്നെ ഈ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയൊക്കെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അവർ പറയുന്നതനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ കരൂർ എന്ന മേഖല നമുക്കറിയാം. അതിൻ്റെ ഒരു ആകാശ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ അത്രത്തോളം ആളുകൾ, ഏകദേശം 2 ലക്ഷത്തിനടുത്ത ആളുകൾ ഇവിടെ ഈ വിജയെ കാണുന്നതിന് വേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് അനൗദ്യോഗികമായി ലഭ്യമാകുന്ന വിവരം. അത്രത്തോളം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സിറ്റി അല്ല ഈ ഒരു കരൂർ എന്ന് പറയുന്നത്. തൊട്ട് ഈ വളരെ വീതി കുറഞ്ഞിട്ടുള്ള റോഡുകൾ, റോഡിന് ഇരുവശവുമായി വലിയ കെട്ടിടങ്ങളുണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് മാർക്കറ്റ് ഉള്ളത്. ആ മേഖലയിലും ഒക്കെ ഈ ബിൽഡിങ്ങിന് മുകളിലും ഒക്കെയായി നിരവധി ആളുകൾ തടിച്ചുകൂടിയ ഒരു പശ്ചാത്തലം. അതാണ് ഈ ഒരു വലിയ തിക്കും തിരക്കിലേക്കും പിന്നീട് ഇത്രയും അധികം പേർ മരണപ്പെടുന്ന സ്ഥലത്തിലേക്കും കാര്യങ്ങൾ വഴിവെക്കുകയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാവിലെ 10 മണിയോടുകൂടി DGP പറയുന്നതനുസരിച്ച് രാവിലെ 10 മണിയോടുകൂടി ഇവിടേക്ക് ഈ ആരാധകരും ഒപ്പം തന്നെ ഈ പാർട്ടി പ്രവർത്തകരും ഒക്കെ വിജയ് കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിത്തുടങ്ങി എന്നുള്ളതാണ്. 12 മണിക്ക് വിജയ് എത്തുമെന്നുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനമാക്കിയാണ് ഈ 10 മണി മുതൽ ഈ ആരാധകർ ഇവിടേക്ക് എത്തിത്തുടങ്ങിയത് എന്നുള്ളതാണ്. പക്ഷേ വിജയ് എത്തിയത് രാത്രി 7 മണിക്ക് ശേഷമാണ് എന്നുള്ളതാണ് ഇതിൽ ഈ ഒരു അപകടത്തിൻ്റെ ആക്കം കൂട്ടിയത്, ഈ ഒരു ദുരന്തത്തിൻ്റെ ആക്കം കൂട്ടിയത് എന്നുള്ള ഒരു പ്രാഥമിക വിലയിരുത്തലാണ് പോലീസിനുള്ളത് എന്നുള്ളതാണ്. കാരണം ഇത്രയും നേരം ആളുകൾ അവിടെ തടിച്ചുകൂടി, അത്രത്തോളം നേരം വിജയ് ഇപ്പോൾ വരുമെന്ന് കരുതി കാത്തിരുന്ന ആളുകളാണ് ഈ മരണത്തിലേക്ക് പോവുകയും ചെയ്ത് അവരെ മരണത്തിലേക്ക് തള്ളിയിട്ടത് വിജയുടെ ഈ ഒരു നടപടിയാണ് എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു വിമർശനവും മറുവശത്ത് രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഒപ്പം തന്നെ ജനങ്ങളും ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അതിപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പുലർച്ചയോടുകൂടി കരൂരിലെത്തി ഇവിടുത്തെ പരിക്കേറ്റ ജനങ്ങളെ കാണുകയും ഒപ്പം തന്നെ അവരുടെ കുടുംബാംഗങ്ങളെ കാണുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ കാണുകയും ചെയ്തതാണ്. അതിന് പിന്നാലെ മറ്റു രാഷ്ട്രീയ പാർട്ടി നേതാക്കളെത്തി, മുൻ മുഖ്യമന്ത്രി എടപ്പാടി കെ പളനിസ്വാമി എത്തി, ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ കരൂരിലെത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അവരൊക്കെ പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ജുഡീഷ്യൽ അന്വേഷണത്തിന് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ പോലീസിന്റെ അന്വേഷണം നടക്കുകയും ചെയ്യുന്നു. അല്പസമയത്തിന് മുമ്പ് DGP മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് 10,000 പേർ മാത്രമേ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശം, കർശനമായ നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഇത്രയും അധികം ആളുകൾ വരുമെന്ന് തങ്ങളും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് 500 പോലീസുകാരെ മാത്രമാണ് ഇവിടുത്തെ സുരക്ഷയ്ക്കായി അല്ലെങ്കിൽ ഇവിടുത്തെ ക്രമീകരണത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളൊരു ബാലിശമായ, അത്രത്തോളം ന്യായീകരിക്കുന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ, ഒരു വിചിത്രമായ വാദമാണ് ഈ പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയും ചെയ്തത്. പ്രത്യേകിച്ച് നമുക്കറിയാം, തമിഴ്നാടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവിന് പുറമെ ഒരു സൂപ്പർ സ്റ്റാർ, ഒരു സിനിമാ താരത്തിന് അത്രത്തോളം ആരാധകരുള്ള ഒരു മണ്ണാണ് തമിഴ്നാടിൻ്റേത്. അതുകൊണ്ട് തന്നെ ഒരു തമിഴ് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കുന്ന ഒരു സൂപ്പർ താരമായിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ എന്ന് വിശേഷിപ്പിക്കുന്ന വിജയെ പോലുള്ള ഒരു താരം ഇവിടേക്ക് വരുമ്പോൾ ഇത്രയും പോലീസുകാരെ മാത്രം ഈ സുരക്ഷയുടെ ഭാഗമായി വിന്യസിച്ചാൽ മതിയോ എന്നുള്ള ചോദ്യം മറുവശത്ത് ഉയരുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ 10,000 പേരെ മാത്രമേ പങ്കെടുപ്പിക്കാവൂ എന്നുള്ള ഒരു നിർദ്ദേശം ഒരു തരത്തിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അത് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ വേളയിലാണ് 2 ലക്ഷത്തിനടുത്ത ആളുകൾ ഈ മേഖലയിലേക്ക് വന്നു എന്നുള്ള വലിയ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്തു. അത്രയും ആളുകളെ നിറഞ്ഞുകൂടിയ ഈ ഇടത്തേക്ക് 500 പോലീസുകാർ മാത്രമായിരുന്നു ഈ സുരക്ഷയുടെ ഭാഗമായി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ പോലീസിന്റെ ഭാഗത്ത് കൃത്യമായ തന്നെയുള്ള ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പോലീസ് മേധാവിയെ നിഷേധിക്കുന്നുണ്ട് എങ്കിൽ പോലും തന്നെ അത്തരത്തിലൊരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് സ്വാഭാവികമായും ഇക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷേ അതും ഉണ്ടാകില്ല. പ്രത്യേകിച്ച് ഉയർന്ന മറ്റൊരു വിമർശനം എന്ന് പറയുന്നത്, ഇതൊക്കെ മുൻകൂട്ടി കാണാനുള്ള ഇന്റലിജൻസ് സംവിധാനം പ്രവർത്തിക്കുന്നില്ലേ സംസ്ഥാനത്ത് എന്നുള്ളൊരു ചോദ്യം വലിയ രീതിയിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് എല്ലാ ദിവസവും വൈകിട്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് വരുന്നതാണ്. പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു റാലി നടക്കുമ്പോൾ, വിജയ് നയിക്കുന്ന ഒരു റാലി നടക്കുമ്പോൾ അവിടെ ഇത്രയും വലിയ
ആൾക്കൂട്ടം ഉണ്ടാകാനുള്ള ഒരു സാമാന്യ മര്യാദ അല്ലെങ്കിൽ അത്തരത്തിലൊരു ലോജിക്കിൽ ചിന്തിച്ചാൽ പോലും ഇത്രയും അധികം ആളുകൾ വരുമ്പോൾ അതുകൊണ്ട് തന്നെ അത്രത്തോളം സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ ഏർപ്പെടുത്തേണ്ടതല്ലേ എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളും സ്വാഭാവികമായും ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ സംബന്ധിച്ചുള്ള ഒരു മറുപടി ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. ജുഡീഷ്യൽ അന്വേഷണം വൈകാതെ തന്നെ ആരംഭിക്കുകയും ചെയ്യും. ഈ പോലീസിന്റെ അന്വേഷണത്തിൽ ഇപ്പോഴും ഇവർ പറയുന്നത് എത്ര പേർ വന്നു എന്നുള്ള ഒരു കണക്ക് ലഭ്യമായിട്ടില്ല. ഇവർ എങ്ങനെയാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിട്ടുണ്ടോ, വിജയ് 12 മണിക്ക് വരുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് എന്നാണ് പോലീസ് മേധാവി പറയുന്നത്. മറ്റിടത്ത് വിജയ് ഈ ഒരു വലിയ അപകടം നടന്നതിന് ശേഷം ഇത്രയും പേർക്ക് ജീവഹാനി സംഭവിച്ചതിന് ശേഷം അവിടെ നിന്ന് ഒളിച്ചോടി എന്നുള്ള വ്യാപകമായിട്ടുള്ള വിമർശനവും മറുവശത്ത് ഉയരുകയും ചെയ്യുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് ഈ സമയത്ത് മറ്റ് ജനപ്രതിനിധികളൊക്കെ ഓടിയെത്തി ഈ മുൻ മന്ത്രി സെന്തിൽ ബാലാജി അടക്കം, കാരണം ഈ അപകടം നടക്കുന്നത് തൊട്ട് മിനിറ്റുകൾക്ക് മുമ്പ് സെന്തിൽ ബാലാജിയെ കളിയാക്കിക്കൊണ്ടുള്ള ചില ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടായിരുന്നു വിജയ് തൻ്റെ പ്രസംഗം നടത്തിക്കൊണ്ടിരുന്നത്. ആ പ്രസംഗവും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ വേളയിൽ സെന്തിൽ ബാലാജി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ, ജനപ്രതിനിധികൾ ആശുപത്രിയിലൊക്കെ ഓടിയെത്തി ഒപ്പം തന്നെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെ മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും ഇതിൻ്റെ മുഖ്യ സംഘാടകനായിട്ടുള്ള വിജയ് എന്തുകൊണ്ട് മറ്റൊരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കയറി ചെന്നൈയിലേക്ക് ഒളിച്ചോടി എന്നുള്ള ചോദ്യമാണ് ഉയരുകയും ചെയ്തത്. പക്ഷേ അതിനൊക്കെ കൃത്യമായ മറുപടി വിജയുടെ ഭാഗത്തു നിന്ന് വരും ദിവസങ്ങൾ ഉണ്ടാകാമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം വിജയ് പോലുള്ളൊരു സൂപ്പർ താരം അവിടേക്ക് ഈ പറയുന്ന ആശുപത്രിയിലേക്കൊക്കെ അവിടെ ചെന്നാൽ പിന്നുണ്ടാകുന്ന കാര്യങ്ങൾ നമുക്ക് ഊഹിക്കുന്നതിനും അപ്പുറമാണ്. കാരണം ഇപ്പോഴുണ്ടായേക്കാൾ വലിയ ദുരന്തം അവിടെയും സംഭവിക്കാം. കാരണം വിജയുടെ അടുത്തേക്ക് കൂടുതൽ ആരാധകർ ഇടിച്ചു കയറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം സ്വാഭാവികമായും ഇത്തരത്തിൽ താരത്തിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായെന്നുള്ളൊരു വിലയിരുത്തലാണ് വിദഗ്ധരൊക്കെ നൽകുകയും ചെയ്തത്, രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇത് വലിയൊരു രാഷ്ട്രീയ വിവാദമായി തമിഴ്നാട്ടിലേക്ക് മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് TVK എന്ന പുതിയ പാർട്ടി അത് തമിഴ്നാടിന്റെ മണ്ണിൽ ചുവട് വെക്കാൻ തുടങ്ങിയതേ ഉള്ളായിരുന്നു. ആദ്യം ഒരു വർഷക്കാലം TVKയുടെ ഭാഗത്തു നിന്ന് വലിയ വെല്ലുവിളിയൊന്നും തന്നെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും തന്നെ കഴിഞ്ഞ കുറച്ച് കാലമായി അല്ലെങ്കിൽ കുറച്ച് മാസക്കാലമായി DMK ഒരു രാഷ്ട്രീയ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് BJPയെ മുഖ്യ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് ഉള്ള രൂക്ഷമായ വിമർശനം വിജയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതൊക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ്. പ്രത്യേകിച്ച് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ഈ യാത്ര ആരംഭിക്കുന്നു. അവിടെയൊക്കെ ആയിരുന്നു എല്ലാ പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കളും അവിടെ നിന്നാണ് തങ്ങളുടെ രാഷ്ട്രീയ യാത്രയുടെ ആരംഭം അല്ലെങ്കിൽ തുടക്കം കുറിക്കുകയൊക്കെ ചെയ്ത്. പ്രത്യേകിച്ച് MGR, അണ്ണാദുരൈ അടക്കമുള്ള നേതാക്കൾ അവിടെ നിന്നാണ് തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട യാത്രയ്ക്കൊക്കെ തുടക്കം കുറിച്ചിരുന്ന ആ മണ്ണിൽ നിന്നാണ്. അവിടെ നിന്ന് യാത്രയ്ക്ക് തുടക്കം കുറിക്കാൻ തീരുമാനിച്ചതും ഈ ഒരു കാര്യങ്ങൾ മുന്നിൽ കണ്ടു. അതായത് പുതിയൊരു MGR ഉദയം കൊള്ളാൻ പോകുന്നു, നിങ്ങളുടെ വിജയ് ഇതാ വരുന്നു എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരുന്നു വിജയ് യാത്ര ആരംഭിച്ചത്. വിജയുടെ ബസ്സിന് മുമ്പിൽ ഇത്തരത്തിൽ MGRന്റെ ചിത്രം സ്ഥാപിക്കുകയും ചെയ്യുന്നു. അതിലൊക്കെ വ്യക്തമായ സൂചനകൾ നൽകുന്നുണ്ടായിരുന്നു ഇനിയൊരു ഭരണമാറ്റം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ള വ്യക്തമായ രാഷ്ട്രീയം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയായിരുന്നു വിജയ് രാഷ്ട്രീയ യാത്രയ്ക്ക് തുടക്കം കുറിച്ച്. മറ്റൊന്ന് നമുക്കറിയാം, മറ്റ് ദ്രാവിഡ പാർട്ടികളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ പരമ്പരാഗതമായി നടത്തുന്ന ചില ശൈലികളുണ്ടായിരുന്നു. അതിനൊക്കെ വേറിട്ട രീതിയിൽ ആയിരുന്നു ഈ വിജയുടെ യാത്രയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ള ചില പ്രത്യേകതകൾ കൂടി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളൊക്കെ 238 മണ്ഡലങ്ങളിലും പൊതുപരിപാടികൾ നടത്തിക്കൊണ്ട് വലിയ രീതിയിൽ ജനങ്ങളെ കൂട്ടിക്കൊണ്ടുള്ള ഒരു പരിപാടികളായിരുന്നു നടത്തിയെങ്കിൽ അതിൽ വേറിട്ട് നിൽക്കുന്നതായിരുന്നു ഈ വിജയുടെ യാത്ര. പ്രത്യേകിച്ച് വാരാന്ത്യങ്ങളിൽ മാത്രം ഈ റാലികൾ സംഘടിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ശനിയാഴ്ചയിൽ മാത്രം ഈ ജനങ്ങളെ കണ്ട് തൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നു, താൻ പറയാനുള്ളത് ജനങ്ങളെ കേൾപ്പിക്കുന്നു. കാരണം ഒരു തരത്തിലും തൻ്റെ ശൈലി കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ തീരുമാനങ്ങൾ ഒരു തരത്തിലും ജനങ്ങളെ ബാധിക്കരുത്, അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ശനിയാഴ്ചകളിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ ക്രമീകരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ കൃത്യമായ രീതിയിൽ ജനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഉള്ള ഒരു മുന്നേറ്റം നടത്താനായിരുന്നു ഈ റാലി കൊണ്ട് ലക്ഷ്യമിട്ടത്. ആ റാലിക്കാണ് ഇപ്പോൾ വലിയ പ്രഹരമേറ്റിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. വലിയ ദുരന്തമായി ഈ ഒരു റാലി മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി എന്തായിരിക്കും വിജയുടെ രാഷ്ട്രീയ ഭാവി എന്നുള്ളതാണ്. പക്ഷേ സ്വാഭാവികമായും ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഇതിനു മുമ്പും ഈ തമിഴ്നാടിൻ്റെ മണ്ണിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ അത് മറികടക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. പക്ഷേ വിജയെ പോലുള്ള ഒരു
ഒരു സൂപ്പർ താരത്തിന് യുവ രാഷ്ട്രീയത്തിൽ കാല് ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു താരത്തിന് എന്തായിരിക്കും ഇനി ഈ ഒരു പ്രതിഷേധങ്ങളെ അല്ലെങ്കിൽ ഈ ഒരു വിമർശനങ്ങളെയൊക്കെ മറികടക്കാൻ എങ്ങനെയായിരിക്കും താരത്തിന് സാധിക്കുക എന്നുള്ള ഒരു വലിയ ആകാംക്ഷയും ഈ ഒരു ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും രക്ഷാപ്രവർത്തനമൊക്കെ കൃത്യമായി തന്നെ അവിടെ നടത്താൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിരവധി പേർ ഇപ്പോഴും ആശുപത്രിയിൽ അതീവ ഗുരുതരമായി തുടരുന്ന സാഹചര്യം. ഇവരുടെ ആരോഗ്യനിലയെ സംബന്ധിച്ചൊക്കെയുള്ള ഒരു വ്യക്തമായ ചിത്രം അല്പസമയത്തിനകം തന്നെ ലഭ്യമാകുമെന്നുള്ളതാണ്. രാഷ്ട്രീയ പാർട്ടി നേതാക്കളൊക്കെ തന്നെ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. അവർ വിജയ്ക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു. പ്രതിപക്ഷ പാർട്ടികൾ DMK-ക്കെതിരെയും വലിയ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഈ നിലവിലെ കാഴ്ച. സൈദ്.